എല്ലാവർക്കും നമസ്കാരം. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ സക്കീർ ഹുസൈൻ. കഴിഞ്ഞ 2-3 ദിവസമായി നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ട്രേഡിങ്ങും ചെയ്തിരുന്നില്ല. കാരണം ശാരീരിക സുഖം, പനി കുറച്ച് അധികമായിരുന്നു. ഓക്കെ, നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കുണ്ട്. ഒരു ട്രേഡർക്ക് ആവശ്യമായ എല്ലാ വിശേഷങ്ങളും ഞങ്ങളിതിൽ പങ്കുവയ്ക്കും. നിങ്ങൾക്ക് ധാരാളം ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ബെഞ്ച് മാർക്ക് ഇക്വിറ്റി ഇൻഡെക്സുകളായ BSE സെൻസെക്സും അതുപോലെ NSE നിഫ്റ്റിയും ആഴ്ചയിലെ ഫസ്റ്റ് ട്രേഡിംഗ് സെഷനായി ഇന്ന് നെഗറ്റീവ് ടെറിട്ടറിയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനമായും ഹൈ ലെവലിൽ നിന്നുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് കാരണമാണെന്ന് ഊഹിക്കാം. BSE സെൻസെക്സ് 271 പോയിൻ്റ് നെഗറ്റീവിൽ അഥവാ 0.33% ഇടിഞ്ഞ് 82,059 ക്ലോസ് ചെയ്തു. അതിൽ തന്നെ ഏറ്റവും പിന്നിലായവർ എറ്റേണൽ 3%, അതേപോലെ ഇൻഫോസിസ് 1.95, ടാറ്റ കൺസൾട്ടൻസി സർവീസസ് 1.20, അതുപോലെ ടെക് മഹീന്ദ്ര 1.19%, ഏഷ്യൻ പെയിൻറ്റ്സ് 0.98% എന്നിവയാണ്. നേരെ മറിച്ച് 30 കോൺസ്റ്റിറ്റ്യൂവൻറ്റ് സ്റ്റോക്കുകളിൽ 9 എണ്ണവും ട്രെൻഡിനെ ഓവർടേക്ക് ചെയ്ത് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ 1.27%, അതേപോലെ ബജാജ് ഫിനാൻസ് 0.91%, NTPC 0.64%, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 0.32%, HDFC ബാങ്ക് 0.17% എന്നിവയാണ് അതിൽ ഉൾപ്പെടുന്നവ. എന്നിരുന്നാലും ബ്രോഡർ മാർക്കറ്റിൽ ചില പ്രതിരോധ ശേഷി കാണിച്ചു എന്നതിന് വേണം പറയാൻ. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 ഇൻഡെക്സ് 0.51% ഉയർന്നപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 0.07% എന്ന നേരിയ പോസിറ്റീവോടെയാണ് ക്ലോസ് ആയിരിക്കുന്നത്. ഇത് ബ്രോഡർ മാർക്കറ്റിൽ വിഭാഗങ്ങളിലെ ബൈയിങ് ഇൻട്രസ്റ്റിനെ സൂചിപ്പിക്കുന്നുണ്ട്. സെക്ടർ ഇൻഡെക്സുകളിൽ നിഫ്റ്റി റിയാലിറ്റി 2.25, PSU ബാങ്ക് 1.50% എന്നിവയാണ് ഉയർന്നിരിക്കുന്നത്. മറ്റുള്ളവയിൽ ബാങ്ക് നിഫ്റ്റി, ഓട്ടോ, ഫിനാൻഷ്യൽ സർവീസസ്, മെറ്റൽ, ഫാർമ, ഹെൽത്ത് കെയർ എന്നിവ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നിവയാണ്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT, അതേപോലെ FMCG, കൺസ്യൂമർ ഡ്യൂറബിൾസ്, മീഡിയ, ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവ റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി IT 1.30% ഇന്ന് കുറഞ്ഞിരിക്കുന്നത്. അതേസമയം നമ്മുടെ മാർക്കറ്റിലെ ചാഞ്ചാട്ടം അളക്കുന്ന ഫിയർ ഗേജ് അഥവാ ഇന്ത്യ വിക്സ് 4.89% ഉയർന്ന് 17.36 പോയിന്റിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആഴ്ചയുടെ തുടക്കമായ ഇന്ന് മൊത്തത്തിൽ മാർക്കറ്റ് മന്ദഗതിയിലായിരുന്നു. എന്നാൽ അടുത്തിടെ ഉണ്ടായ റാലിക്ക് ശേഷം സ്ലൈറ്റ്ലി നെഗറ്റീവോടെ ക്ലോസ് ചെയ്തു എന്ന് മാത്രം. അതായത് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം നിഫ്റ്റി സെഷനിലുടനീളം ഒരു റേഞ്ച് ബോണ്ടിൽ നീങ്ങുകയും അതുപോലെ ഇന്നത്തെ ലോവായ 24,945 ക്ലോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ സെക്ടറുകളിലെ ഒരു മിക്സഡ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു ഇന്ന് സമ്മിശ്ര പ്രതികരണം. അത് ട്രേഡർമാരെ സഹായിച്ചു എന്ന് വേണം കരുതാൻ. റിയാലിറ്റി, അതുപോലെ ഫാർമ, ആട്ടോ ഇൻഡെക്സ് എന്നിവ ഉയർന്നപ്പോൾ IT 1% ഇടിയാണ് ചെയ്തതെന്ന് പറഞ്ഞല്ലോ. സ്മോൾ ക്യാപ്പ് 0.5% നേട്ടമുണ്ടാക്കിയപ്പോൾ മിഡ് ക്യാപ്പ് ഫ്ലാറ്റായി അവസാനിച്ചതിനാൽ ബ്രോഡർ മാർക്കറ്റിലും ഒരു മിക്സഡ് പ്രകടനമാണ് നടന്നത്. നിഫ്റ്റിയുടെ അല്ലെങ്കിൽ മാർക്കറ്റിന് മൊത്തത്തിലുള്ള സ്ട്രക്ചറിന് കാര്യമായ നഷ്ടങ്ങളൊന്നുമില്ലാതെ ഇൻഡെക്സിലെ ഈ ഇൻ്റർമീഡിയറ്റ് ടെമ്പററി ക്ലോസിംഗ് ഒരു പോസിറ്റീവ് മോഡ് തന്നെയാണെന്ന് വിശ്വസിക്കുകയാണ്. പ്രധാന സെക്ടറുകളിൽ ബാങ്ക് നിഫ്റ്റി ഈ റീസെൻ്റ് ആയിട്ടുള്ള കൺസോൾട്ടേഷന് ശേഷം കൂടുതൽ ഫോം കാണിക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ റാലിയുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോയേക്കാം. അതോടൊപ്പം തന്നെ നിഫ്റ്റിയെ 25,200 ലെവലിലേക്ക് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കോ ഈ ബാങ്ക് നിഫ്റ്റി കൊണ്ടുപോകാൻ സഹായിച്ചേക്കും. അതേസമയം മറ്റ് സെക്ടറുകൾ റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ ഒരു സപ്പോർട്ട് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോർപ്പറേറ്റ് വരുമാനത്തിന് പുറമെ ആഗോള സൂചനകളും വിദേശ ഫണ്ടിൻ്റെ ഒഴുക്കിലെ പ്രവണതകളും മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഘടകങ്ങളായി തുടരും. നമുക്കിനി കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ്, അതായത് നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നോക്കേണ്ട ആവശ്യമില്ല. നാളെ ഏതെല്ലാം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളാണ് വാച്ച് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മളിത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടാണ്, 15 മിനിറ്റ് ചാർട്ടിലാണ് നമ്മൾ പറയുന്നത്. 55,695, 55,700,
റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു സോണിൽ 55,110 ഓക്കെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി 7 മാസത്തിന് ശേഷം ഹൈ ക്രിയേറ്റ് ചെയ്ത 25,114 ഓക്കെ 25,116 റേഞ്ചാണ്. 25,120 എന്നുള്ള ഒരു റേഞ്ചിലേക്ക് നമുക്ക് വയ്ക്കാവുന്നതാണ് സപ്പോർട്ട്. റെസിസ്റ്റൻസ് 25,120 നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യാം. അതുപോലെ സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു സോണിൽ നിന്ന് നാളെ വാച്ച് ചെയ്യാവുന്നതാണ് 24,890 ഓക്കെ. അപ്പോൾ നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാം. സെൻസെക്സിലേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു റേഞ്ച് 82,730 ഓക്കെ ഈ ഒരു റേഞ്ച് നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യാം നാളെ. അതുപോലെ സപ്പോർട്ടായിട്ട് നോക്കുകയാണെങ്കിൽ സപ്പോർട്ടായിട്ട് നമുക്ക് 81,890 ഈ ഒരു റേഞ്ചിൽ നിന്ന് നോക്കാവുന്നതാണ് സെൻസെക്സിൽ. അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. ഇതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ച് നാളെ ഇത് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. മാർക്കറ്റ് ഇന്ന് വളരെയധികം, അതായത് ഇന്നൊക്കെ ട്രേഡ് എടുക്കുന്നവർക്ക് വളരെയധികം നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുപോലെ തന്നെ വരും ദിവസങ്ങളിലും ഇതുപോലെ ചെറിയ ഒരു മന്ദഗതി നമുക്ക് പ്രതീക്ഷിക്കാം. മാർക്കറ്റിൽ ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നവർ വളരെ ശ്രദ്ധിച്ച് നീങ്ങേണ്ട സമയങ്ങളാണ്. ഓക്കെ, നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.